ആറ്റിങ്ങലിലേക്ക് പോകുന്നു. ആറ്റിങ്ങൽ അനുജ രാജേഷ്. അനുജ, ആറ്റിങ്ങൽ ഈ പറയുന്ന പോലെ കള്ളവോട്ട് ആരോപണം എന്താണ്, ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങൾ കണ്ടതാണ്. അവിടെയും ഈ അൺപ്രഡിക്റ്റബിൾ, അപ്രവചനീയത എന്ന ഫാക്ടർ നിൽക്കുന്ന സ്ഥലമാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ പോകുമ്പോൾ കാണുന്നത് എന്താണ്, നാളെ പ്രതീക്ഷിക്കേണ്ടത് എന്താണ് അനുജ? ഹാഷ്മി, അക്ഷരാർത്ഥത്തിൽ അപ്രവചനീയമായ ഒരു മത്സരം എന്നുള്ളത് തന്നെയാണ്. ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുകയാണ് ആറ്റിങ്ങലിൽ. ഇന്നിപ്പോൾ നമ്മൾ LDF UDF സ്ഥാനാർത്ഥികളെ കണ്ടിരുന്നു. അതിൽ ഈ കള്ളവോട്ട് ആരോപണം എന്നുള്ളതിൽ അടൂർ പ്രകാശ് ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് കോടതി ഉത്തരവ് വരുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ കാണിച്ചു തരാം, കഴിഞ്ഞ തവണയും ഇതേ ആരോപണം ഉന്നയിച്ചതാണ്, അതെല്ലാം ശരിയാണെന്ന് തെളിഞ്ഞതാണ് എന്ന് പറയുമ്പോൾ പരാജയ ഭീതി കൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് LDF സ്ഥാനാർത്ഥി V ജോയ് നമ്മളോട് പറഞ്ഞത്. ഒപ്പം തന്നെ ഈ മദ്യം ഒഴുക്കുന്നു, പണം നൽകി വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതും ഇന്നിപ്പോൾ LDF ആവർത്തിച്ചുന്നയിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലയൻ കീഴിലാണ്. V മുരളീധരനെ അല്പസമയത്തിനകം നമുക്ക് കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇവിടെ കേന്ദ്രമന്ത്രി മത്സരിക്കുന്നുണ്ട്, സിറ്റിംഗ് MP ആണ്, ഒപ്പം തന്നെ MLA മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹാഷ്മി, എല്ലാ വിഷയങ്ങളും ഇവിടെ പ്രചരണത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ, സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ, ദേശീയ തലത്തിലുണ്ടാകുന്ന വിവാദങ്ങൾ, സംസ്ഥാന തലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇവിടെ ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്ക്, ഈഴവ സമുദായം വലിയ വോട്ട് ബാങ്കാണ്. തീരദേശ മേഖലയിലുള്ളവരുടെ പ്രശ്നങ്ങൾ, അതിലൊക്കെ ഇപ്പോൾ LDF വലിയ പ്രതീക്ഷയിലാണ്. ഇന്ന് V ജോയ് നമ്മളോട് പറഞ്ഞത്, ഇത്രയും കാലം ഈ തീരദേശ മേഖലയിലുള്ളവർക്ക് സർക്കാരിനോട് ഒരു വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു, ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ട്. മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ അതൊക്കെ ഈ വോട്ടിങ്ങിൽ പ്രതിഫലിക്കും. അവിടെയെല്ലാം പരിഹാരത്തിന് നിർദ്ദേശങ്ങളായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ശുഭപ്രതീക്ഷ LDFനുണ്ട്. അപ്പോൾ വികസനം എന്നുള്ളതിൽ അടൂർ പ്രകാശ് ഊന്നുന്നുണ്ട്. ഒരു വികസനവും നടത്തിയിട്ടില്ല എന്ന LDFന്റെ ആരോപണത്തിന് ജനം ഇക്കുറി മറുപടി നൽകിക്കൊള്ളും. തുടങ്ങിവെച്ച വികസനങ്ങളുണ്ട്, പൂർത്തിയാക്കിയതുണ്ട്. അതിൽ തുടങ്ങിവെച്ചത് പൂർത്തിയാക്കാൻ കൂടിയാണ് അടുത്ത ടേമിലേക്ക് കൂടി താൻ എത്തുന്നത് എന്നതാണ് അടൂർ പ്രകാശ് പറയുന്നത്. അങ്ങനെ V മുരളീധരനാകട്ടെ, BJP കഴിഞ്ഞ തവണ വലിയ തോതിൽ വോട്ട് ശതമാനം ഉണ്ടാക്കിയതാണ്. ആ പ്രതീക്ഷ ഇക്കുറി V മുരളീധരനുമുണ്ട്. ഏതായാലും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന ആറ്റിങ്ങലിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയാൻ നമുക്കിനി ജൂൺ 4 വരെ കാത്തിരിക്കണം. ഹാഷ്മി, ഉറപ്പായും ആറ്റിങ്ങൽ അടക്കം ഈ പറയുന്ന തിരുവനന്തപുരം, തൃശ്ശൂർ ഗണത്തിലൊക്കെ പെടുത്താവുന്ന മണ്ഡലമാണ്. ഈ പറയുന്ന അൺപ്രഡിക്റ്റബിളായി നിൽക്കുകയാണ്. രാഷ്ട്രീയ ജ്യോതിഷികൾക്കൊന്നും പിടിതരുന്നില്ല ആറ്റിങ്ങലിൻ്റെ മനസ്സ്. എന്തായാലും അതിശക്തമായ പ്രവർത്തനം മൂന്ന് മുന്നണികളും അവിടെ കാഴ്ചവെക്കുന്നുണ്ട്.